ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. അതായത് ഡെനക്സ് ഓഡിയോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു 3-വേ ടോൺ ബോർഡും അതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രെയിൻ ഓഡിയോസിന്റെ ഒരു USB മൊഡ്യൂളുമാണ് പരിചയപ്പെടുത്തുന്നത്. ഈ രണ്ട് ബോർഡുകളും കുറെ പ്രത്യേകതയ്ക്കുള്ള ഒരു അടിപൊളി ബോർഡുകളാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്കും അതുപോലെ തന്നെ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ പെർഫോമൻസും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതായത് നമ്മൾ കുറെ നാളായി ശരിക്കും പറഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ബോർഡുകൾ ഇറക്കുന്നതിന്റെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് വീഡിയോയും ആംപ്ലിഫയർ വീഡിയോ ഒന്നും നമുക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാത്തത്. അതായത് ഡെനക്സ് ഓഡിയോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനാണ്. അതായത് ഇതൊരു 3-വേ ടോൺ ബോർഡാണ്. വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഡിസൈൻ, പുതിയൊരു ഡിസൈനിങ് ആണ്. നോർമലി മാർക്കറ്റിലൊന്നും കാണാത്ത ഒരു ഡിസൈൻ രീതിക്കാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പരമാവധി ഒരു ബ്രാൻഡ് ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു PCB തന്നെ നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബേസും ട്രെബിളും അതുപോലെ തന്നെ മിഡും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ ബോക്സ് കപ്പാസിറ്ററുകളും അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള റെസിസ്റ്ററുകളൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ടോൺ കൺട്രോളിന് വേണ്ടി 2 ഓപ്പ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും നല്ല ഒറിജിനൽ ക്വാളിറ്റി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് മാക്സിമം നമ്മൾ ഇതിലേക്ക് എന്തൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ക്വാളിറ്റി കിട്ടും അതെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 12.012 ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു AC ഇൻപുട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഇതിന്റെ ക്വാളിറ്റിയോട് കൂടി തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ ബോർഡിൽ തന്നെ ഈ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും പാനലിലേക്ക് ഇത് ഫിക്സ് ചെയ്താൽ മതിയാകും. വേറെ വയറിങ് കാര്യങ്ങളൊന്നും വേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫോമർ കണക്ഷൻ ഇതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ബോർഡിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ടെസ്റ്റിംഗ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്ന USB മൊഡ്യൂൾ എന്ന് പറയുന്നത് അതായത് ബ്രെയിൻ ഓഡിയോസിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പൊ ഇതിന്റെ ഒരു മൊഡ്യൂൾ ഓൾറെഡി മാർക്കറ്റിലുണ്ട്. ഇത് കുറെ നാളായി ശരിക്കും മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അതിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റഡ് വേർഷനാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, നല്ല ഒരു വലിയൊരു ഡിസ്പ്ലേയിലാണ് ഇതിന്റെ LED വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആംപ്ലിഫയറിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി നമുക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്നതേ ഉള്ളൂ. വലിയൊരു സൈസിലാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ 4 കൺട്രോളുകൾ ഇങ്ങനെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പോസും നെസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള കൺട്രോളുകളാണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഗെയിൻ ഔട്ട്പുട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബേസും ട്രെബിളും നമുക്ക് ഈ USB നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കണ്ടില്ലേ, ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിമോട്ടും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു റിമോട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും പല USB മൊഡ്യൂളും കാണാറില്ല. ചെറിയൊരു ടൈപ്പാണ് കാണുന്നത്. ഇപ്പൊ അതിനേക്കാളും വലിയ സൈസിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ റിമോട്ട് വെച്ച് തന്നെ ഇതിന്റെ അകത്തുള്ള ബേസും ട്രെബിളും അതുപോലെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും കൊടുക്കുന്ന മൈക്കിന് നല്ല ക്വാളിറ്റി കിട്ടാൻ വേണ്ടി ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു മൊഡ്യൂളാണിത്. അപ്പൊ ഈ മൊഡ്യൂൾ നമ്മുടെ ഇതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടേജിൽ ഇത് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഡയറക്റ്റ് നമുക്ക് ഇതിൽ നിന്നൊരു കണക്ഷൻ കൊടുത്തിട്ട് ഇതിന്റെ മൈക്കിന്റെ സോക്കറ്റിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഈ രണ്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതും അവിടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. ഈ മൈക്കിന് കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് കൊടുത്തുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിനേക്കാളും കുറച്ചൊരു അപ്ഡേറ്റഡ് വേർഷനാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ അകത്താകുമ്പോഴത്തേനും ഇതെല്ലാം ഉണ്ട്. അതായത് മൈക്കിന് 2 കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ മൈക്ക് സോക്കറ്റും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു എക്സ്ട്രാ വയറിങ്ങിന്റെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓരോ ഇൻഡിപെൻഡന്റ് മൈക്കിന്റെ വോളിയം നമുക്ക് ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, നമുക്ക് മൈക്കിന്റെ വോളിയം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 കണക്ഷൻ ഡയറക്റ്റ് നമ്മുടെ മൈക്കിന്റെ സോക്കറ്റിലേക്ക് കണ്ടില്ലേ, ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ അകത്ത് 2 കണക്ഷൻസ് ഉണ്ട്. ഒന്ന് ഓഡിയോ ഔട്ടിനും അടുത്തത് നമ്മുടെ USB സോക്കറ്റിനുമാണ്. ഇത് USB സോക്കറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആംപ്ലിഫയർ ഒക്കെ അസംബിൾ ചെയ്യുന്നവർക്ക് USB സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ചെയ്യണമെങ്കിൽ വയറിംഗ് ഒന്നും ഇല്ലാതെ ഇതുപോലെ കണക്ഷൻ കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്
ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഈ ബോർഡിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഈ ടോൺ കൺട്രോളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു ടെസ്റ്റ് വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിന്റെ ഫംഗ്ഷൻ കൂടെ ഒന്ന് നോക്കാം. ഇതിന്റെ ഡിസ്പ്ലേ ഇത്ര വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആംപ്ലിഫയർ ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ നമ്മുടെ ആംപ്ലിഫയറിന് കിട്ടുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ റിമോട്ട് കൊണ്ട് തന്നെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവർ നമുക്ക് ഇങ്ങനെ ട്രിബിൾ നമുക്ക് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ട്രിബിൾ കൂട്ടാം. പിന്നെ അടുത്ത് വരുന്ന ഇക്വലൈസർ വരുന്നുണ്ട്. പിന്നെ കണ്ടില്ല റിപ്പീറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്, USB സ്കാനിങ് വരുന്നുണ്ട്, ബേസും ട്രിബിളും നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ വോളിയം ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. പിന്നെ നെക്സ്റ്റ്, പോസ്, ഓക്കെ. പിന്നെ ഇത് നമ്മൾ ഓരോ ഫോൾഡറുകൾ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ സോങ്സ് പ്ലേ ചെയ്യാൻ വേണ്ടി അടുത്ത ലൗഡ്നെസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ. ഇത്രയും ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഈ റിമോട്ട് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു റിമോട്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നത്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മെയിനായിട്ട് ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ബേസും ട്രിബിളും നല്ലൊരു ഗെയിനും കൂടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ സൈറ്റിലെ www.denixaudio.com അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ റേറ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാണെങ്കിലും ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് രണ്ടും നല്ല രീതിയിൽ നമ്മൾ ഒരു സിങ്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോർഡുകളാണ്. അതുപോലെ തന്നെ ഈ ബ്രെയിൻ ഓഡിയോസിൻ്റെ ബോർഡാണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്ക് നോയ്സ് ഒന്നും ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ഈ ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോർഡും സൈറ്റിൽ അവൈലബിൾ ആണ്, ആവശ്യക്കാർക്ക് ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ സംബന്ധമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോയെ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.